Oh God, thank you for such a beautiful morning. Thank you for the gift of life, as well as your mercy and goodness. As I begin my day, I pray that you will guide me and make my steps fruitful. Thank you for hearing my prayer. Anyone ready for signing in? മാം, ഞാൻ സൈൻ ഇൻ ചെയ്യാൻ റെഡിയാണ്. പക്ഷെ മക്കൾ രണ്ടുപേരും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സൈൻ ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാം. Okay, fine. അപ്പൊ ജ്യോതി സൈൻ ഔട്ട് ചെയ്യും. So anyone ready for signing? സൈൻ ഇൻ ചെയ്യാൻ ആരും റെഡി അല്ലേ? ഓക്കെ, നമുക്ക് സമയം കളയണ്ട. തോട്ട് ഓഫ് ദ ഡേ പറയാൻ ആരെങ്കിലും റെഡിയാണ്? തോട്ട് ഓഫ് ദ ഡേ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യം കൂടെ വേണമെന്ന് മുമ്പ് ഒരിക്കലും പറഞ്ഞിരുന്നു. ഞാനൊരു സ്റ്റോറി പറഞ്ഞിരുന്നു. തോട്ട് ഓഫ് ദ ഡേ ആയിട്ട് നമുക്ക് സ്റ്റോറി പറയാം, ചെറിയ സ്റ്റോറീസ് ഒക്കെ പറയാം. സ്റ്റോറിയിലൂടെ നമുക്കൊരു തോട്ട്സ് വരുന്നത് പറഞ്ഞിരുന്നു. ഒരു സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഞാനൊരു സ്റ്റോറി പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒരു മോഡൽ എന്നുള്ള രീതിയിൽ നമുക്ക് തോട്ട് ഓഫ് ദ ഡേ എന്തെങ്കിലും ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. ഓർ എൽസ് യു ക്യാൻ സേ എനി സ്റ്റോറീസ് ഓർ യുവർ എക്സ്പീരിയൻസസ്. സ്റ്റോറി പറഞ്ഞിരുന്നോ? ഒരു ഡോഗിന്റെ സ്റ്റോറി പറഞ്ഞോ? ഓക്കെ, ഞാനൊരു മോഡൽ എന്നുള്ള രീതിയിൽ പറയുവാണേ. ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു, വെരി ഗുഡ് മ്യൂസിയം. അതിലൊരു റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ റൂം ആയിരുന്നു. മിറർ റൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? വാട്ട് ഈസ് മെൻ ബൈ മിറർ റൂം? എല്ലാ ഫുൾ മിറർ ആയിരിക്കും. നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളുടെ റിഫ്ലക്ഷൻസ് ആയിരിക്കും ചുറ്റും കാണുന്നത്. ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. നാല് വോളും മിറർ ആയിരിക്കും. അപ്പൊ ഈ മ്യൂസിയം എന്നും മോർണിംഗ് ഓപ്പൺ ചെയ്യും, വൈകുന്നേരം ക്ലോസ് ചെയ്യും. ഒരു ദിവസം സെക്യൂരിറ്റി ക്ലോസ് ചെയ്യുന്ന സമയത്ത് ബാക്ക് ഡോർ ക്ലോസ് ചെയ്യാൻ മറന്നുപോയി. ഈ ബാക്ക് ഡോറിന് നേരെ കയറുമ്പോൾ ഈ മിറർ റൂമിലേക്കാണ് കയറുന്നത്. അപ്പൊ മിറർ റൂമിന്റെ ഡോറും ഓപ്പൺ ആയിരുന്നു, ബാക്ക് ഡോറും ഓപ്പൺ ആയിരുന്നു. സെക്യൂരിറ്റി അത് അറിഞ്ഞില്ല. എല്ലാ ജോലിക്കാരും എല്ലാരും പോയി, ആരുമില്ല മ്യൂസിയത്തില്. സോ ഒരു ഡോഗ് അതിലേ വന്നു. ഡോഗ്സ് സാധാരണ എന്താണ്, അവർക്ക് എവിടെയെങ്കിലും ഓപ്പണിംഗ് കണ്ടിട്ട് ഇപ്പൊ ഗേറ്റ് ഒക്കെ തുറന്നു കിടക്കുവാണെങ്കിൽ റോഡിലൂടെ പോകുന്ന ഡോഗാണെങ്കിൽ നേരെ അതിലൂടെ കയറും അല്ലെ. അപ്പൊ അതുപോലെ ബാക്ക് ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടുകൊണ്ട് ഈ ഡോഗ് നേരെ കയറുന്നു. നേരെ ചെല്ലുന്നത് ഈ മിറർ റൂമിലേക്കാണ്. മിറർ റൂമിൽ ചെന്നപ്പോൾ ഡോഗ് കാണുന്നത് എന്താ? ചുറ്റും ഡോഗിന്റെ റിഫ്ലക്ഷൻസ് കാണുന്നു. അപ്പൊ നാച്ചുറലി എന്താ അതിന്റെ തോട്ട് എന്താ? സം അതർ ഡോഗ് ഈസ് ദെയർ. അപ്പൊ ഈ ഡോഗ് എന്ത് ചെയ്യും? അതിന്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? അത് ബാർക്ക് ചെയ്യാൻ തുടങ്ങും, കുരയ്ക്കാൻ തുടങ്ങും. വേറൊരു ഡോഗാന്ന് വിചാരിച്ചിട്ട്, വേറൊരു നായ്ക്കുട്ടിയാന്ന് വിചാരിച്ചിട്ട് അതിന്റെ നേരെ കുരച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ മിറർ റൂം നല്ല ഹൈറ്റും സ്പേഷ്യസും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര എക്കോ ആണ്. അതിന്റെ വോൾ അതുപോലെയാണ്, ഭയങ്കര എക്കോ ആണ്. ഇത് കുരയ്ക്കുമ്പോ അതിന്റെ 10 മടങ്ങ് ശബ്ദത്തിൽ എക്കോ കേൾക്കുക. ഇത് വിചാരിക്കുന്നത് സം അതർ ഡോഗ് ഇസ് ബാർക്കിംഗ് അഗെയിൻസ്റ്റ് യു. വേറൊരു ഡോഗ് നിന്ന് ഇതിനെതിരായിട്ട് കുരയ്ക്കുവാണ്. വീണ്ടും അത് കുരയ്ക്കും. അപ്പൊ അതിന്റെ എക്കോ ആയിട്ട് കിട്ടും. അങ്ങനെ അത് ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജില്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ സെക്യൂരിറ്റി മ്യൂസിയം ഓപ്പൺ ചെയ്യാനായിട്ട് വന്നപ്പോ ബാക്ക് ഡോർ തുറന്നു കിടക്കുന്ന കണ്ടു. അയാള് മറന്നു പോയല്ലോ എന്ന് കരുതി ബാക്ക് ഡോറിലൂടെ കയറിയപ്പോ കാണുന്നത് മിറർ റൂമിനകത്തൊരു ഡോഗ് ചത്ത് കിടക്കുക. ആക്ച്വലി നോബഡി ദർ വാസ് ടു ഹാം ദ ഡോഗ്. ആ ഡോഗിനെ കൊല്ലാനൊന്നും അവിടെ ഉണ്ടായില്ല. എന്താ പറ്റിയത്? എന്താ സംഭവിച്ചേ? ഡോഗ് അതിന്റെ തന്നെ റിഫ്ലക്ഷൻസ് കണ്ട് പലതവണ ബാർക്ക് ചെയ്തു. അങ്ങനെ ടയേർഡായി അതങ്ങനെ മരിക്കുവാണ്. അങ്ങനെ അത് ഡെഡ് ആവുകയാണ്. അപ്പൊ ശരിക്കും അവന്റെ തന്നെ റിഫ്ലക്ഷൻസ് ആയിരുന്നു അവന്റെ ആ ഇഷ്യൂവിന് കാരണം.
ശരിക്കും നമ്മുടെ തോട്ട്സ് തന്നെയല്ലേ പലപ്പോഴും നമ്മള് ഡൗൺ ആവണതും അപ്പ് ആവുന്നതും എല്ലാം കാരണം. നമ്മളുടെ തോട്ട്സും ആ റിഫ്ലക്ഷൻസും നമ്മുടെ മനസ്സിൽ നിന്നാകുന്ന റിഫ്ലക്ഷൻസും എല്ലാം നമ്മളുടെ ഈ നെഗറ്റീവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് അതുപോലെ തോട്ട് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിലൂടെ പറയാം. നമുക്ക് പ്രെയർ, സൈനിങ്, തോട്ട് ഓഫ് ദ ഡേ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ, 10 വേണ്ട 5 മിനിറ്റ്സ് ഒക്കെ മതിയാവും, അതിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ പാർട്ട് 4 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അശ്വതി മിസ്സും എനിക്ക് തോന്നുന്നു ശരണ്യ മിസ്സും സ്റ്റാർട്ട് ചെയ്ത് കാണുമായിരിക്കും. അതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, വെറുതെ ഒന്ന് വായിച്ചു പോയാൽ മതി. അപ്പം അതിൽ യൂണിറ്റ് 6 സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം, നമുക്ക് ഒന്ന് പുറകിലേക്ക് പോവാം. നമ്മളിരുന്ന ക്ലാസ് റൂം, ഇപ്പൊ ടീച്ചറായിട്ട് ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് പോകുന്ന സ്കൂളിലെ ക്ലാസ് റൂം, നമ്മളുടെ കുട്ടികൾ പോകുന്ന ക്ലാസ് റൂം, ട്യൂഷൻ എടുക്കുന്നവരുണ്ടെങ്കിൽ അവരൊരു ക്ലാസ് റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെല്ലാമാണ് അതിനകത്ത് ശ്രദ്ധിച്ചിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. ഇതിനകത്തൊരു ജനറൽ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ, പക്ഷേ നമുക്കത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ക്ലാസ് റൂം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. സാധാരണ സ്കൂൾസിലും ഒക്കെ, ഇപ്പം ഗവൺമെന്റ് സ്കൂളുകളിലും മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ കുറച്ചൊക്കെ ഡിഫറൻസ്, അവരുടെ മാനേജ്മെന്റിനനുസരിച്ച് മാനേജ്മെന്റ് സ്കൂളുകളിൽ ഡിഫറൻസ് ഉണ്ടാവും, CBSE സ്കൂളിൽ അതിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും, ഓരോ റീജിയനില് ഡിഫറൻസ് ഉണ്ടാവും, ക്ലൈമറ്റിനനുസരിച്ച് സ്കൂൾസിൽ ഡിഫറൻസ് ഉണ്ടാവും, അതിന്റെ വാളും അങ്ങനെയുള്ള റൂഫും ഒക്കെ ചെയ്തിരിക്കുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ രീതിയൊക്കെ വരും. പിന്നെ പണ്ട് കാലത്ത് നമ്മളുടെ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ് അവര് പഠിച്ച സമയത്ത് സ്കൂളിന്റെ രീതി അവർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ മൂവീസിൽ കണ്ടിട്ടുണ്ടാവും. ചില സ്കൂളുകളുടെ മധുര നൊമ്പരക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയില് സ്കൂളിന്റെ ആകെ കാറ്റ്, ഭയങ്കര കാറ്റ് അവിടെ. അങ്ങനെ ഒരു ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു സ്ഥലത്ത് ആ സ്കൂള്. പലപ്പോഴും അതിന്റെ ടോപ്പ് സീലിംഗ് എപ്പോഴും കാറ്റത്ത് അടർന്ന് വീഴും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ പറ്റുന്ന ഒരു സ്കൂളായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. കാറ്റിന്റെ എഫക്റ്റ് കാണിക്കാനാണ് ആ സ്കൂളിന് പറ്റുന്ന പ്രശ്നങ്ങൾ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ പല ടൈപ്പ് സ്കൂൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ ഇതിനകത്ത് എന്തൊക്കെയാ പറയുന്നതെന്ന് നോക്കാം. ആൻഡ് യു പീപ്പിൾ ക്യാൻ ഷെയർ യുവർ എക്സ്പീരിയൻസ് about the school you watched, you worked, you studied. Okay, so who will read? വായിക്കുമ്പോൾ റൂഫിംഗ് ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ടോപ്പിക് ഈസ് റൂഫിംഗ്. അത് 4 ടൈപ്സ് റൂഫിംഗ് ഉണ്ട്. അപ്പം ആരെങ്കിലും റീഡ് ചെയ്യുവാണെങ്കിൽ യു ഹാവ് ടു റീഡ് ദാറ്റ് 4 ടൈപ്പ്. അതിനുശേഷം നെക്സ്റ്റ് വൺ ഫ്ലോറിംഗ്. ആ രീതിയിൽ നമുക്ക് പോവാം. ആരും വായിക്കാനെങ്കിൽ ഞാൻ വായിക്കാം, നോ പ്രോബ്ലം. വായിക്കാം മാം. യെസ് പ്ലീസ്. Structure of the classroom. Roofing. There are 4 types of roofing. RC centering. Many of the schools are with RC centering and with 1 or 2 top floors. People like to enter their kids to mostly this type of school only. Tile roofing. Most of the classrooms of all type of schools have a tile roof only. Correlate with RC roofing. This type will be hot. Arranging the false roof may solve the problem to an extent. Sheet roofing. Sheet roofing may be a cement sheet roofing, asbestos or tin sheet roofing, or light roofing. Generally, the classrooms with sheet roofing are made with sheds only. Thatched roofing. Though it can provide good health to the person residing under it, people normally consider the school having thatched roofing as a poor school. Apart from this, sometimes the classes are taken in the open air, possibly under trees. This can also be called tree roofing classes. Okay. RC centering എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is the most common used type of roofing nowadays. അതായത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ സാധാരണ നമ്മുടെ വീട് കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത്. സ്ട്രെങ്ത് കൂടുതലായിരിക്കും, ഫയർ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഡ്യൂറബിലിറ്റി, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ കണ്ടീഷനുമായിട്ടൊക്കെ മാച്ച് ആകും. ആ രീതിയിലാണ് RC സെന്ററിങ്. പിന്നെ ഇതിനകത്ത് പാരന്റ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു റൂഫിംഗ് ഉള്ള സ്കൂളായിരിക്കും. കാരണം ബലമുള്ള അതല്ല അല്ലെ. ഇപ്പൊ ടൈൽ റൂഫിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തായിരുന്നു ഓടിട്ട റൂഫിംഗ് ഉള്ളത്. പക്ഷെ നമുക്ക് തോന്നിയിട്ടുള്ളത് ഓടിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ചൂട് കുറവായിരിക്കുന്നതാണ്, പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. കോൺക്രീറ്റ് ആണ് പൊതുവെ ചൂട് കൂടുതൽ. ഓക്കെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് അല്ലെ. പക്ഷെ ടൈൽ റൂഫിംഗ് ഞാൻ പഠിച്ച സ്കൂളൊക്കെ ടൈൽ റൂഫിംഗ് ആയിരുന്നു. ഒരു ബിൽഡിംഗ് 2 സെഷൻ ആയിരുന്നു. അതിൽ ഒരു ബിൽഡിങ്ങില് ഓടിട്ടതായിരുന്നു. രണ്ടാമത്തെ ബിൽഡിംഗ് പണിതപ്പം അത് കോൺക്രീറ്റ് ആയിരുന്നു. ടൈൽ റൂഫിങ്ങിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യം നല്ല സുഖമൊക്കെയാണ്, പക്ഷെ ഈ സാധനല്ലേ ബാറ്റിന്റെ ചെറിയൊരു സാധനമില്ലേ, നരിച്ചീർന്ന് മലയാളത്തിൽ പറയണത്, അത് വന്ന് ഫുൾ ടൈം അതിനകത്ത് തൂങ്ങിക്കിടക്കും, അതിന്റെ കാഷ്ടം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ടൈൽ റൂഫിങ്ങിന്. ഞങ്ങൾ മോർണിംഗ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഒരു ഡാം സ്മെല്ലായിരിക്കും അവിടെ. ഫുൾ ക്ലീൻ ചെയ്യാതെ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു ഞാനൊക്കെ പഠിച്ച സമയത്ത്. ഞങ്ങള് പഠിച്ചപ്പോഴും അതായിരുന്നു. സ്കൂളില് ആലുവയില് പഠിച്ചപ്പോ അതുപോലെ ആ സാധനം ഭയങ്കര ശല്യായിരുന്നു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നു പോവുകയും ചെയ്യും. ഭയങ്കര അപ്പിയൊക്കെ ഇട്ട് വെച്ചേക്കും. അങ്ങനെയൊക്കെ ഭയങ്കര ശല്യായിരുന്നു. ബുദ്ധിമുട്ടാണ് ഈ ഒരു ടൈൽ റൂഫിങ്ങിന് ആ സമയത്ത്. പിന്നെ ചിലപ്പോ ഓട് പൊട്ടി വീഴിക്കഴിഞ്ഞാൽ മഴയത്ത് ചോരും, അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ടൈൽഡ് റൂഫ് ആയിട്ടുള്ള സ്കൂളുകൾ കാണുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പാസ് ഔട്ട് ആയി 94 ആയിരുന്നു ഞാൻ SLC ബാച്ച്, 1994. ആ സമയം കഴിഞ്ഞ് പിന്നെ ഒരു ആഫ്റ്റർ ഒരു 20 years ഒക്കെ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ 20-25 years കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫോൾ സീലിംഗ് ഉണ്ടായിരുന്നു അവിടെ. ഫോൾ സീലിംഗ് ചെയ്യാൻ കാരണം ഭയങ്കരമായിട്ട് മരപ്പട്ടിയുടെ ശല്യം. അങ്ങനെയാണ് ഫോൾ സീലിംഗ് ചെയ്തത്. ആ ബിൽഡിങ്ങിന്, അതായത് ആ ക്ലാസ് റൂംസിന് ജനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനൽ പാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ബാസ് ഇല്ലായിരുന്നു, ഫുള്ളി ഓപ്പൺ ആണ്, ജനൽ പാളികൾ മാത്രം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പൊ നമ്മൾക്കെന്ന് വെച്ചാൽ ജനലുകളിന് കമ്പിയോ പണ്ട് മരത്തിന്റെ ഒക്കെ അഴികൾ ഉണ്ടായിരുന്നു. അങ്ങനെ അഴികളില്ലായിരുന്നു, ആ റോഡ്സ് ഇല്ലായിരുന്നു, ബാർസ് ഇല്ലായിരുന്നു. ഞങ്ങളുടെ സ്കൂളില് ജനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ ഓപ്പണാ. പാളി ഉണ്ടാവും, നമ്മൾ പാളി ക്ലോസ് ചെയ്യും, ഇത് തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഓപ്പൺ ആണ്. പക്ഷെ അന്ന് ഫാൻ ഒന്നും ഇല്ല അന്നത്തെ കാലത്ത്. നമ്മളത് ഓപ്പൺ ചെയ്ത് നമുക്ക് നല്ലപോലെ എയർ സർക്കുലേഷൻ കിട്ടും. പിന്നെ അന്ന് ഇന്നത്തെ പോലെ ചൂടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഫുൾ മരങ്ങളൊക്കെ ഉള്ള സമയമല്ലേ. അപ്പൊ അങ്ങനെയായിരുന്നു ജനലുകളൊക്കെ. അപ്പൊ ബിൽഡിംഗ് പൊളിക്കാൻ പോവാ, എനിക്ക് തോന്നുന്നു ഒരു 150 years എങ്കിലും പഴക്കമുണ്ടാവും ആ സ്കൂള്. പുതിയ ബിൽഡിംഗ് ഒക്കെ ആയി അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയായിരുന്നു ടൈൽ റൂഫില്. എന്റെ എക്സ്പീരിയൻസിൽ ടൈൽ റൂഫ് അതായിരുന്നു. ഈ നരിച്ചീറിന്റെ ശല്യം, മഴ പെയ്താൽ ചിലപ്പോൾ ചോരും. പിന്നെ പിൽക്കാലത്ത് ഞങ്ങള് അവിടെ ചെല്ലുമ്പോൾ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, മരപ്പട്ടിയുടെ ശല്യം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും അതിന്റെ മുകളിൽ കൂടി ഇത് സാധനം കയറും. ആ ഷീറ്റ് മുഴുവൻ പൊളിച്ച് ആകെ നാശമായി. അങ്ങനെ ആ ബിൽഡിംഗ് പൊളിക്കാനായിട്ട് ടെൻഡർ കൊടുത്തിരിക്കുക. ഓക്കെ, അതായിരുന്നു ടൈൽ റൂഫിന്റെ കാര്യം. പിന്നെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഷീറ്റ് റൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് ഷീറ്റ് യൂസ് ചെയ്യാം. പണ്ട് കാലങ്ങളിൽ, ഇപ്പോഴുള്ള ഷീറ്റ് വരുന്നതിന് മുമ്പ് ആസ്ബറ്റോസ് ഒക്കെ ആയിരുന്നു. പിന്നെ ടിൻ ഷീറ്റ്സ് ആയിരുന്നു. അപ്പൊ അത് ക്വാളിറ്റി കുറഞ്ഞ ടിൻ ഷീറ്റ്സ്, ചിലപ്പോ തകരം എന്നൊക്കെ പറയില്ല, അത് പെട്ടെന്ന് ഇങ്ങനെ തുരുമ്പിച്ചു പോകും. പിന്നെ ഇപ്പോഴാണ് പല ടൈപ്പ് റൂഫിംഗ് വന്നത് ഷീറ്റില്. അത് ഷെഡ് പോലെയൊക്കെയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റ് റൂഫിംഗ് ഉള്ള സ്കൂളിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഷെഡ് ടൈപ്പ്. താച്ച്ഡ് റൂഫിംഗ് ഇപ്പൊ കാണുന്നില്ല ഒരിടത്തും. റൂറൽ ഏരിയയിലേക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല. അത് നമ്മള് ഓല, പനമ്പ് അങ്ങനെയൊക്കെയുള്ള നെയ്യുന്ന ടൈപ്പ് അങ്ങനെയുള്ളത് യൂസ് ചെയ്യുന്നതാണ് താച്ച്ഡ് റൂഫിംഗ്. പിന്നെ വൈക്കോൽ പണ്ടൊക്കെ അങ്ങനത്തെയൊക്കെ അല്ല. ഇങ്ങനെയുള്ളത് ഒരു പൂവർ സ്കൂൾ അങ്ങനെ മോഡേൺ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. മോഡേൺ ആയിട്ടേ വൈക്കോൽ ഞങ്ങളുടെ അടുത്ത് ഒരു ചെറിയ ഷെഡുകൾ, നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം അവിടെ പോയി ഇരിക്കാം. ഈ വൈക്കോലും പട്ടം വെച്ചിട്ട് അങ്ങനെ ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് റിസോർട്ട് പോലെ പോയിരിക്കാം. വീട്ടില് ഒരു വീടാ. ഓ ശരി. സ്കൂളുകൾ പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. എടുക്കുന്നുണ്ട്. മോണ്ടിസോറി സ്കൂളുണ്ട്. മോണ്ടിസോറി കുട്ടികൾ അതിന് ചുറ്റും ഇരുന്നിട്ട് പഠിക്കുന്നുണ്ട്. ഒരു മോഡേൺ ട്രെൻഡിൽ അത് ഓക്കെ. അല്ലാതെ പണ്ടത്തെ ആണെങ്കിൽ പൂവർ സ്കൂൾ ആയിട്ട് കൺസിഡർ ചെയ്യും, ഓല മേഞ്ഞതൊക്കെ അല്ലെ. പിന്നെ ഓപ്പൺ എയറിലെ ക്ലാസ്സസ് എടുക്കാറുണ്ട്. ട്രീ, ഏതെങ്കിലും മരത്തണലിൽ പോയിട്ട്. അപ്പൊ അവിടെ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീ ആണ്. ട്രീ റൂഫിംഗ് ക്ലാസ്സസ്. സോ ഈ ലെസന്റെ രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു സിമ്പിൾ ലെസൺ ആണ്. ഒരു ക്ലാസ് റൂം സ്ട്രക്ചർ അല്ലെങ്കിൽ സ്കൂൾ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലുള്ളതാണ്. അത് ഫസ്റ്റ് യൂണിറ്റ്സ് ഒക്കെ എടുത്തു വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോ എത്രയും എടുത്തതിൽ പാർട്ട് 4
വളരെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ നെക്സ്റ്റ് വൺ ഫ്ലോറിംഗ്. കുറച്ചേ പറയുന്നുള്ളൂ. സോ ഫ്ലോറിംഗ് ഒന്ന് നോക്കിക്കോളൂ. ഫ്ലോറിങ്ങും സൈഡ് വാൾസും കൂടെ വായിച്ചു. ബ്ലാക്ക് ബോർഡ് അടുത്ത് ആയിട്ട് വായിക്കും. Anyone please? ഞാൻ വായിക്കാമോ? Flooring, whatever may be the roofing, the flooring is normal to be cement. The mud flooring, even if it is treated by cow dung, will make the legs and dress of the students dirty. So a lot of problems arise in it. Thought Madam Montessori insists the students sit on the floor. Parents accept only furniture if the furniture is not available. The teacher should spread something like a mat or carpet on the floor. Slide boys. For the Indian atmosphere, that too generally in plains, the fully covered, that too with a closed door type of classrooms are not advisable, specifically for the primary and pre-primary classes. The parapet wall is enough. Okay. So flooring normally to be in cement. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ക്ലാസ്സിൽ അങ്ങനെ റെഡ് ഓക്സൈഡോ ബ്ലാക്ക് ഓക്സൈഡോ അല്ലെങ്കിൽ ടൈലില്ലല്ലോ, അത്രയും വർഷം മുമ്പല്ലേ, അങ്ങനത്തെ മൊസൈക്കോ മാർബിളോ അങ്ങനെയുള്ള ഫ്ലോറിംഗ് ഒന്നും ആയിരുന്നില്ല. സിമെന്റ് ഇടുന്ന ഫ്ലോറിംഗ് ആയിരുന്നു, നോർമൽ സിമെന്റ്. എന്താ പറയുക, ഒരു ചെറിയൊരു സിമെന്റ് ഇടില്ലേ, സിമെന്റ് ഇടുമ്പോ ഒരു കളർ പോലെ വരില്ലേ, അത് കുറെ യൂസ് ചെയ്ത് കഴിയുമ്പോ ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറൊക്കെ വരുന്നത്. പിന്നെ കൗഡൻ, ചാണകം യൂസ് ചെയ്തിട്ട് മെഴുകിയിട്ടുള്ള ഫ്ലോർ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാല് കുട്ടികളുടെ ഡ്രസ്സും കാലും എല്ലാം അഴുക്കാവും. മഴ സമയത്താവുമ്പോ ഇവര് നനഞ്ഞു കുളിച്ച് ചിലപ്പോ കാലൊക്കെ നനഞ്ഞു വരുമ്പോ ഈ കൗഡങ്ക്, മെഴുകിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ മോശമാവും. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് വരും. കൗഡങ്ക് യൂസ് ചെയ്ത് മെഴുകിയതൊന്നും ഇപ്പൊ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയൊന്നും ഉള്ളിലേക്കുള്ള ഏരിയകളിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ആക്ച്വലി മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികളെ ഫ്ലോറിൽ ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. കുട്ടികളെല്ലാരും കൂടെ റൗണ്ടിൽ അല്ലെങ്കിൽ നിലത്തിരുന്ന് ഇവർ ആക്ടിവിറ്റീസ് ചെയ്യും. കാരണം അവരുടെ ഇഷ്ടം എങ്ങനെ ഇരിക്കണം എന്നുള്ളത് കുട്ടികൾ. അപ്പൊ അങ്ങനെ ഇരിക്കണം എന്ന് വരുമ്പോ, പിന്നെ ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബർത്ത്ഡേ വരുമ്പോ, ഒരു കുട്ടിയുടെ ബർത്ത്ഡേ വരുമ്പോ എല്ലാരും കൂടെ വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കും. അത് ഫ്ലോറിലായിരിക്കുന്നത്. ഇരുന്നിട്ട് ഗ്ലോബ് വെച്ചിട്ടാണ് കുട്ടികൾ, ഗ്ലോബാണ് വെക്കുന്നത്. എന്നിട്ട് കുട്ടിക്ക് വേണ്ടി ബർത്ത്ഡേ സോങ് പാടും. എന്നിട്ട് ഗ്ലോബില് ഏതെങ്കിലും ഒരു സ്ഥലം സാർ ഇൻട്രൊഡ്യൂസ് ചെയ്യും, പറയും ആ സ്ഥലത്തെ കുറിച്ച്. അങ്ങനെയായിരുന്നു അവിടുത്തെ ബർത്ത്ഡേ അവര് പറഞ്ഞിരുന്നത്. പിന്നെ ഫർണിച്ചർ ഇല്ലാത്ത ഒരു കേസ് ആണെങ്കിൽ, ഫർണിച്ചർ ഇല്ലാതെ ഒരു ആ ഒരു ഏരിയയിൽ ബർത്ത്ഡേയുടെ സമയത്ത് ആ ഏരിയയിൽ കുട്ടികൾ ഇരുന്ന് വെച്ചാൽ അവിടെ ഇരിക്കാൻ ഫർണിച്ചർ ഇല്ല. അതിന് പകരം ഇതുപോലെ മാറ്റ് എന്തെങ്കിലും വിരിക്കും. എന്നിട്ട് അതിന്റെ മുകളിലായിരിക്കും എല്ലാരും കൂടി ഇരിക്കുന്നത്. മാറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട്, മാറ്റോ കാർപ്പറ്റോ അങ്ങനെ എന്തെങ്കിലും ഫ്ലോറിൽ സ്പ്രെഡ് ചെയ്തിട്ട് ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ കുട്ടികളെ ഒരിക്കലും നേരെ തറയിൽ ഇരുത്താനായിട്ടുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഫ്ലോറിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സൈഡ് വാൾസ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും വളരെ ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലൈമറ്റിൽ ഭയങ്കര ചേഞ്ചസ് ആണ്. മഴ, വെയില്, അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഫുള്ളി കവേർഡ് ആയിട്ട് ഉള്ള ക്ലാസ് റൂംസ് ഉണ്ടാവില്ല. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെയാണെങ്കിലും ഞങ്ങൾ 5th സ്റ്റാൻഡേർഡ് ഒക്കെ പഠിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇരിക്കുമ്പോ നമ്മളുടെ തലയുടെ ആ ഒരു ഹൈറ്റ് ഇല്ലേ, അവിടം വരെ വാൾ ഉണ്ടാവുള്ളൂ. ബാക്കി ഭാഗം ഫുൾ ഓപ്പൺ ആണ്. ബാക്കി ഭാഗം സീലിംഗ് വരെ അങ്ങ് ഓപ്പൺ ആയിരിക്കും. ചില സമയത്ത് ഇങ്ങനെ ഗ്രില്ല് പോലുള്ളത് ചില ക്ലാസ് റൂംസിലുണ്ട്. ചില ക്ലാസ് റൂംസിൽ ഗ്രില്ലും ഇല്ല, അതങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കുമായിരുന്നു. പിന്നെ വിൻഡോയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, വിൻഡോ തുറന്നിട്ട കംപ്ലീറ്റ് ഓപ്പൺ ആണ്. ആ വിൻഡോയുടെ ഫ്രെയിം ഉണ്ടാകും. നടുക്കൂടെ ഒരു, അത് എല്ലാം വുഡിന്റെയാണ്, നടുക്കൂടെ ഒരു വുഡൻ പീസ് ഇങ്ങനെ. പിന്നെ ജനൽ പാളികളുണ്ട്, വിൻഡോ ഉണ്ട്, വിൻഡോ ഫ്രെയിമും ഈ വിൻഡോ ഷട്ടേഴ്സും ഉണ്ടാവും. വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതിന്റെ കൊളുത്തും ഉണ്ടാവും കുറ്റിയിടാനായിട്ടുള്ള രീതിയിൽ. അപ്പൊ കുട്ടികൾ ക്ലാസ് റൂമിൽ നിന്ന് ജനലിൽ കൂടെ ചാടിയൊക്കെ പോകും. കാരണം അങ്ങനെയാണ് സ്പേസ് അല്ലോ, ഓപ്പൺ ആണല്ലോ. അപ്പൊ അങ്ങനെ ഫുള്ളി കവേർഡ് ആയിട്ടുണ്ടാവില്ല. ഒരു പാരപ്പറ്റ് ടൈപ്പ് വാളായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ചെറിയ ക്ലാസ് ഞങ്ങളുടെ
ഇപ്പം ഒരു സാറ് വരാന്തയിലൂടെ പോവുകയാണെങ്കിൽ ക്ലാസ് റൂം കംപ്ലീറ്റ് കാണാൻ പറ്റും, അതുപോലെ ആണ്. പക്ഷെ ഇപ്പോഴത്തെ സ്കൂളുകളിൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഗ്രില്ല് പോലെ ഇട്ടേക്കുന്ന ടൈപ്പ് ആ രീതിയിലും ആക്കിയിട്ടുണ്ടാവും. സോ ഇതൊക്കെയാണ് സ്കൂളിന്റെ സീലിംഗ് നമ്മൾ പറഞ്ഞു. ഫ്ലോറിംഗ്, സൈഡ് വാൾസ്, പിന്നെ നെക്സ്റ്റ് ബ്ലാക്ക് ബോർഡ്. മോണ്ടിസോറി മെത്തേഡിന് നമുക്ക് ബ്ലാക്ക് ബോർഡ് ഇല്ല, പക്ഷെ അവിടെ ബോർഡ് ഉണ്ടാകും. ഡിപ്പെൻഡ് സ്കൂളിനനുസരിച്ച്. കുട്ടികൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പോയി എഴുതുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ടീച്ചർ ഫെസിലിറ്റേറ്റർ എന്തെങ്കിലും കാണിച്ചു കൊടുക്കണമെങ്കിൽ അതിനകത്ത് വരയ്ക്കോ എഴുതുവോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്യും. പല ടൈപ്പ് ബോർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജനറലി ദർ ആർ 5 ടൈപ്സ് ആണ് പറഞ്ഞത്. മോസ്റ്റ്ലി നമ്മൾ എല്ലാവരും തന്നെ പലതും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സ്കൂളിൽ, ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഇത് പറഞ്ഞ 2-3 ടൈപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഭിത്തിയിൽ ഫിക്സ് ചെയ്യുന്ന ബ്ലാക്ക് ബോർഡ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചില ക്ലാസ് റൂംസിൽ സ്റ്റാൻഡ് ഉണ്ടാകും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, സ്റ്റാൻഡ് വെക്കുന്ന രീതിയിലുള്ള ബ്ലാക്ക് ബോർഡ്. ഈ 2 ബ്ലാക്ക് ബോർഡ്സ് ആണ് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതേസമയം ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്തെല്ലാം ഗ്രീൻ കളറിലെ ബോർഡ്, അതും ഭിത്തിയിൽ ഫിക്സ് ചെയ്യുന്ന ടൈപ്പ് ഗ്രീൻ കളർ ബോർഡാണ് കണ്ടിട്ടുള്ളത്. പിന്നെ വൈറ്റ് ബോർഡ്, നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വൈറ്റ് ബോർഡ്. പിന്നെ സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ ആയപ്പോഴേക്കും വൈറ്റ് സ്ക്രീൻ ഉണ്ട്, അല്ലെങ്കിൽ അത് സ്മാർട്ട് ക്ലാസ് റൂമിലൊക്കെ പ്രൊജക്ടർ ഒക്കെ വെച്ച് ക്ലാസ് എടുക്കാൻ വൈറ്റ് സ്ക്രീൻ ഉണ്ട്. പിന്നെ നമുക്ക് വീടുകളിൽ വേണമെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് റോൾ ചെയ്യുന്ന ബോർഡ്, ഷീറ്റ് പോലെ, അത് നമുക്ക് എന്തെങ്കിലും കൊളുത്തിയിട്ടിട്ട് നമുക്ക് ചെയ്യാം. ടെമ്പററി പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ നമുക്ക് വായിക്കാം. ആർക്കെങ്കിലും? ഞാൻ വായിക്കാം മാം. ഓക്കെ. Blackboard. Generally, there are 5 types of blackboards in use today. First one, wall-made board. The board was made in the wall itself by the cement plastering. The advantages of this board is we do not want to remove the board. The disadvantages is we cannot remove the board. Second one, wall-fixed board. Mostly wooden, linoleum or plywoods are used in this kind. This can be removed and fixed anywhere. Stand board. Remove the stand and use a fixed board as well as set board because it is very risky. Check if the board are hard fixed or not. Rolling board. This is not a perfect board at all. We may use it for temporary purpose till we get a permanent board. Screen board. This is for both the purpose. A screen which is also used as a board. ഓക്കെ ഫൈൻ. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വാൾ മെയ്ഡ് ബോർഡ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. റൂം ചെയ്യുമ്പോൾ തന്നെ സിമെന്റ് പ്ലാസ്റ്ററിങ് വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ടായിരിക്കും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ആരും അത് വന്ന് റിമൂവ് ചെയ്ത് കളയില്ല. പക്ഷെ ഡിസഡ്വാൻറ്റേജും അത് തന്നെ. കാരണം ലൈറ്റിന്റെ ഇതനുസരിച്ച് നമുക്ക് ബോർഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കണം എന്നുണ്ടെങ്കിൽ ഈ വാൾ മെയ്ഡ് ഫിക്സ്ഡ് ആയിട്ടുള്ള ബോർഡ് പറ്റില്ല. പിന്നെ വാൾ ഫിക്സ്ഡ് ബോർഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷീറ്റ് പോലെ, ഈ പ്ലൈവുഡിന്റെ ഒക്കെ പീസ്, അതാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഫ്ലോറിങ്ങിനും യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇങ്ങനെ ഷീറ്റ് പോലെ ഇങ്ങനെ ഒട്ടിക്കുന്ന രീതിയിൽ, ലിനോലിയം ഷീറ്റ്സ് പോലത്തെ. അത് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം ആ രീതിയിൽ. ഇപ്പൊ ആ ക്ലാസ് റൂം ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, അത് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പോവാന്ന് പറയുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ അത് അവിടെ നിന്ന് ഇളക്കിയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ് വാൾ ഫിക്സ്ഡ് ബോർഡ്. നേരത്തെ വാൾ മെയ്ഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ വാൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അവിടെ അങ്ങ് ബോർഡ് അങ്ങാക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. സിമെന്റ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് അത് ബ്ലാക്ക് എന്തോ അടിക്കും. അങ്ങനെയാണ് വാൾ മെയ്ഡ് ബോർഡ് ഫസ്റ്റ് വൺ പറഞ്ഞത്. മറ്റേ നമ്മളിങ്ങനെ ഒട്ടിച്ചു വെക്കുന്നതാണ് വാൾ ഫിക്സ് ബോർഡ്. നമുക്ക് എവിടെ വേണമെങ്കിലും റിമൂവ് ചെയ്ത് വെക്കാം. ചെസ് ബോർഡ് ഒക്കെ ചെയ്യുന്നത് ലിനോലിയം ആ മെറ്റീരിയൽ വെച്ചിട്ട് ചെസ് ബോർഡില്ലേ അതെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റാൻഡുള്ള ബോർഡ് പറഞ്ഞല്ലോ, ഞാൻ പഠിച്ച സമയത്തൊക്കെ സ്റ്റാൻഡുള്ള ബോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റിസ്കിയാണ്. റിസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്റ്റാൻഡിന്റെ ഇങ്ങനെ ഈ ബോർഡിന്റെ അടിഭാഗം ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ വുഡൻ പീസ് ആയിരുന്നു. ഇങ്ങനത്തെ ഒരു ഷേപ്പ് വന്നിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോകും. താഴേക്ക് ഇടുന്നവരും അതിന്റെ ആ ഭാഗം വീതി കൂടി വരും. എന്നിട്ട് ആ 2 സ്ട്രാൻഡിലും ചെറിയ ഹോൾസ് ഉണ്ടാവും. അതിൽ ഒരു 2 വുഡൻ പീസ് ആയിരിക്കും. വുഡൻ പീസിന്റെ ആ ഹോളിലേക്ക് കയറുന്ന ഭാഗം ഒരേപോലെ ഇരുന്നിട്ട് മറ്റേ ഭാഗം ഇച്ചിരി വലുതായിരിക്കണം. ഈ ഹോളിൽ നിന്ന് ഊരി പോവില്ലേ, അത് ഇച്ചിരി റിസ്കിയാണ്. കാരണം ഈ ബോർഡ് ഇങ്ങനെ വെക്കുമ്പോൾ ബാലൻസ് ശരിയായില്ലെങ്കിൽ അത് ചിലപ്പോൾ തെറിച്ച് തെന്നി പോവാനോ
കാലിലേക്ക് വീഴാനോ അങ്ങനെയൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് റിസ്കി ആകുന്നത്. നിങ്ങൾ അങ്ങനത്തെ ബോർഡ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനത്തെ ബോർഡ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷീറ്റ്സ് യൂസ് ചെയ്ത റോളിംഗ് ബോർഡ് ഒരു പെർഫെക്റ്റ് ബോർഡ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ടെമ്പററി പർപ്പസ് കുട്ടികള് പൊതുവെ നമ്മളുടെ കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ ഇവർക്ക് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് ബോർഡ് കാണുമ്പോൾ ഇവർക്ക് എഴുതാൻ ഭയങ്കര ഒരു ആവേശം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില പാരന്റ്സ് ഇങ്ങനെ എയർ ഷീറ്റ് റോളിംഗ് ബോർഡ് വാങ്ങിച്ചു കൊടുക്കും. അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭിത്തിയിലൊക്കെ ചിലപ്പോൾ വരച്ചു വെക്കില്ലേ, കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആണെങ്കിൽ അത് കൊളുത്തിയിടാം, അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പൊ എല്ലാരും വൈറ്റ് ബോർഡ്സ് ഒക്കെ വാങ്ങിച്ചു തുടങ്ങി. ഈവൻ എനിക്ക് തന്നെ 2 വൈറ്റ് ബോർഡ്സ് ഉണ്ട്. ഒരെണ്ണം ചെറുതും ഒരെണ്ണത്തിന് വലുതുമാ. രണ്ടാമത്തെ ബോർഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് വൈറ്റ് ബോർഡും മറ്റേ മാർക്കർ പെൻ യൂസ് ചെയ്യുന്നത്, മറ്റേ സൈഡ് ഗ്രീൻ കളർ ബോർഡില്ലേ നമ്മുടെ ചോക്ക് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു വലിയ ബോർഡാണ്. 2 വലിയ ബോർഡാണ് എനിക്കുള്ളത്. ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. നെക്സ്റ്റ് സ്ക്രീൻ ബോർഡ്. സ്ക്രീൻ ബോർഡ് പറഞ്ഞല്ലോ, എന്താ പറയാ, സ്മാർട്ട് ക്ലാസ് റൂമിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സ്ക്രീൻ ബോർഡ്. ഇത് സംടൈംസ് ബോർഡായിട്ട് യൂസ് ചെയ്യാം. ഈ വൈറ്റ് ബോർഡ് അതിൽ പെടുന്നതാണ് സ്ക്രീൻ ബോർഡ്. അതിൽ തന്നെ വൈറ്റ് ആയതുകൊണ്ട് പ്രൊജക്ടർ വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി വായിച്ചപ്പോ. നിങ്ങൾക്ക് ഒന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. യൂസിങ് ദ ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ ടീച്ചർ എങ്ങനെ നിൽക്കണം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ടീച്ചേഴ്സ് ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് അത് നല്ലൊരു പ്രാക്ടീസ് തന്നെയായിരുന്നു കേട്ടോ. ബോർഡിന്റെ ഒരു സൈഡിൽ അവരിങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അങ്ങ് എല്ലാം എഴുതും. പക്ഷെ ഒരിക്കൽ പോലും അവരുടെ ബോഡി മാറ്റർ എഴുതിയിരിക്കുന്ന കാര്യം മറക്കുന്ന രീതിയിൽ, മറച്ചു വെക്കുന്ന രീതിയിൽ അവർ നിൽക്കില്ല. ആ രീതിയിൽ ഒരു ആംഗിളിലാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ലൈനിൽ വേണ്ട ടീച്ചർ ഈസ് റൈറ്റിംഗ് ഷീ ഷുഡ് ബി 90 ഡിഗ്രി ആണ് വിത്ത് ദ ബോർഡ്. 900 എന്ന് കൊടുത്തിരിക്കുന്നത് 90 ഡിഗ്രി ആണ്. ഡിഗ്രി അതായത് നമ്മൾ മാത്സിലാണ് 90 ഡിഗ്രി പറയില്ലേ, വെർട്ടിക്കലായിട്ട്, ആ ഒരു ഭാഗമാണ് പറയുന്നത്. അത് അപ്പൊ അവരുടെ പറയുന്ന ടീച്ചർ നിന്ന സ്ഥാനത്ത് കൊണ്ട് ടീച്ചറുടെ ബോഡിയുടെ ഒരു പാർട്ട് മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു രീതിയിൽ ഒക്കെ വായിച്ചപ്പോൾ എനിക്കൊരു കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. ഓക്കെ, അതാരാ വായിക്കാൻ വായിച്ചു. യൂസിങ് ദ ബ്ലാക്ക് ബോർഡ്. ഞാൻ വായിക്കാം മാം. യെസ് പ്ലീസ്. Using the blackboard. When the teacher is writing, she should be 90 degree with the board. Only her hip should be moved, but not the full body with the legs. Cover the body completely while writing in the blackboard. The teacher should not show the back to students when she is writing. She should always write column after column. The width of the column should be less than the reachable point of that writing hand. Rub the board always after use. ഓക്കെ, അപ്പൊ എഴുതും ബ്ലാക്ക് ബോർഡിന്റെ അവിടെ നിൽക്കുമ്പോൾ ടീച്ചർ എപ്പോഴും 90 ഡിഗ്രി വിത്ത് ദ ബ്ലാക്ക് ബോർഡ്. ഒരിക്കലും ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് നിൽക്കരുതെന്നാ പറയുന്നത്. പിന്നെ മൂവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫുൾ ബോഡി ആയിട്ട് മൂവ് ചെയ്യരുത്. കാരണം വെച്ചാൽ ടീച്ചറിന്റെ ബോഡി കൊണ്ട് ആ ബോർഡ് അങ്ങ് മറയരുത്. എഴുതുന്നത് കംപ്ലീറ്റ് കുട്ടികൾക്ക് കാണാനായിട്ട് പറ്റും. അതല്ലേ നമ്മൾ കാണാറില്ലേ, ചില ടീച്ചേഴ്സ് ഈ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറി നിന്നിട്ട് അവർ എഴുതും. അപ്പൊ ശരിക്കും നമുക്കൊന്നും മറയില്ല, ഫുൾ കാണാൻ പറ്റും. ടീച്ചറുടെ ഒരു പ്രാക്ടീസ് തന്നെയാണ്. പിന്നെ അവിടെ ടീച്ചർ ഡ്രസ്സിങ്ങിന് കുറച്ച് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാല് നമുക്കറിയാലോ, അവരിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ പലപ്പോഴും ഡിസ്കംഫർട്ട് ആവുന്ന രീതിയിൽ അവരാകരുത് എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു കോളം വൈസ് അതാ ഞാൻ പറഞ്ഞത്. ഈ സൈഡിൽ നിന്നുകൊണ്ട് ഇത്രയും ഭാഗം അവരങ്ങനെ എഴുതിയിട്ട് പിന്നെ ഇവർ ഇപ്പുറത്തെ സൈഡിൽ നിന്നുകൊണ്ട് ബാക്കി എഴുതും. അതായത് ബോർഡിന് നമ്മൾ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. 2 കോളം ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ ഇങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്തിട്ട് അവർ ബാക്കി എങ്ങനെ എഴുതും, നമുക്കൊന്നും അറിയില്ല. പിന്നെ എപ്പോഴും ആഫ്റ്റർ യൂസ് റബ് ദ ബോർഡ്. നമ്മളൊരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വി ഹാവ് ടു ക്ലീൻ ദ ബോർഡ്. നെക്സ്റ്റ് ടീച്ചർ വരുവാ, അപ്പൊ നമ്മൾ എഴുതിയിട്ടിട്ട് പോയത് അവരെ കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യിക്കരുത്. ആ രീതിയിൽ ആ ഒരു മാനേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യാം. അതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഫുൾ റബ് ചെയ്യാം. മോണ്ടിസോറി ക്ലാസ് തന്നെ ആവില്ലല്ലോ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഏതെങ്കിലും CBSE സ്കൂളിലാവുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നു, ആ പീരീഡ് കഴിയുന്നു, പെട്ടെന്ന് തന്നെ അത് റബ് ചെയ്യുക, ക്ലീൻ ചെയ്യുക ബോർഡ്. വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാക്കി വെക്കും. ഓക്കെ, നെക്സ്റ്റ് ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ്. എങ്ങനെ അറേഞ്ച് ചെയ്യണം, ബ്ലാക്ക് ബോർഡ് അറേഞ്ച് ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് നമുക്ക് വരുന്നത്. അതിനുണ്ടെങ്കിൽ വായിച്ചു.
വായിക്കാം. ഞാൻ വായിക്കാം മാം. ആ വായിച്ചു. How to arrange the blackboard. If it is the normal light it should not be from the back side of the board or particularly from the opposite of the board. Side lighting preferable. That to not from both sides. Glare may come. If it is electrical lighting, tube lights are preferable. Since spreaded lighting will be there. Focus or spotlight will give glare. The board should not be kept on the floor, even if it is LKG. Backbench students cannot see the lower parts of the board if it is kept on the floor. ഓക്കെ. സോ ലൈറ്റിംഗ് വെച്ചിട്ട് കാരണം ഗ്ലെയർ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ലൈറ്റിംഗ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം ബോർഡ് ഇരിക്കുന്ന സ്ഥലത്ത്. ഓക്കെ, ഗ്ലെയർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇലക്ട്രിക്കൽ ലൈറ്റ് ആണെങ്കിൽ ട്യൂബ് ലൈറ്റ് ആയിരിക്കും നല്ലത്. സ്പ്രെഡഡ് ലൈറ്റ് ഉണ്ടായിരിക്കും. സ്പോട്ട് ലൈറ്റ്, ഫോക്കസ് ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ഗ്ലെയർ കൊടുക്കും. അതായത് ഇപ്പൊ ആ ഒരു ബോർഡിന്റെ സ്പോട്ടിലേക്ക് ആയിട്ട് തന്നെ ഒരു ലൈറ്റ് കൊടുക്കുവാണെങ്കിൽ അതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ ആ ബോർഡിൽ വീഴും. അപ്പൊ എഴുതുമ്പോൾ കുട്ടികൾക്ക് അത് കാണുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതിന് നല്ലത് ട്യൂബ് ലൈറ്റിന്റെ സ്പ്രെഡ് ചെയ്യുന്ന ലൈറ്റ് ആണ് നല്ലതെന്നാണ് പറയുന്നത്. പിന്നെ ബോർഡ് ഫ്ലോറിൽ വെക്കരുത്, ഒരു ഹൈറ്റിൽ തന്നെ വെക്കണം. LKG സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടിയും ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ ഫ്ലോറിൽ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, എങ്ങനെ കുട്ടികളെ ഇരുത്താം എന്നുള്ള രീതിയാണ് പറയുന്നത്. പലപ്പോഴും ഹൈറ്റ് അതൊരു ഫാക്ടർ തന്നെയാണ്. കുട്ടികളെ ഇരുത്തുമ്പോൾ ഹൈറ്റ് കൂടിയവരെ ബാക്കിലിരുത്തും, അല്ലെങ്കിൽ കോർണർ സൈഡിലോ അങ്ങനെ ആ രീതിയിൽ ഇരുത്തും. പിന്നെ അത് തന്നെ റൊട്ടേഷൻ ചെയ്യാറുണ്ട്. പല മെത്തേഡിലോ റൊട്ടേഷൻ ചെയ്യാം. ആൽഫബറ്റിക്കൽ ഓർഡറിലോ കോളം വൈസോ ഏതെങ്കിലും ഒരു ബെഞ്ച് മുഴുവനും റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കുട്ടിയായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഡിപ്പെൻസ്, ഓരോ സ്കൂളിലും ഓരോ രീതിയിലായിരിക്കും സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ഓക്കെ, ഇപ്പൊ ഇത് സീറ്റ് അറേഞ്ച്മെന്റ്സ് അത് വായിക്കാൻ ആരെങ്കിലും റെഡിയാണ്? സീറ്റ് അറേഞ്ച്മെന്റ്സും അത് വായിച്ചാൽ മതി. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് പിന്നെ വായിക്കാം. എത്ര ഏരിയ വേണ്ടി വരും, എത്ര കുട്ടികൾക്ക്, ടീച്ചർക്ക്, ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതിന്, അങ്ങനെയുള്ള രീതിയിലൊക്കെ വായിച്ചു. അരുല്ലേ? മോണ്ടിസോറി മെത്തേഡിൽ എന്ന് പറഞ്ഞു. യെസ്, ഓക്കെ. Seat arrangements. By Montessori method, the students should sit freely on the floor. They can even lay down or turn back or rest their body in the convenient posture of them. Carpets are used in the nursery method, but it should have to be folded or spreaded by the children itself. Then platform benches are used for sitting and quarter benches used for writing purposes. In the next class, quarter bench will be used for sitting and half bench will be used for writing. Next to it, half the bench will be used for sitting and the full bench for writing. In the higher classes, full benches and desks or long tables are used. Putting individual chairs and a collective long bench to write will provide them identity and at the same time improve the cooperation among them. If the normal table, either square or round, is used for the entire class, the teacher can arrange them to sit in U shape or G shape. For each student, 3 into 2 is 6 square feet is required. Apart from this calculation, 100 square feet is a common requirement in every class. That is, teachers' movement space 40 square feet, students' movement space 40 square feet, and rack space 20 square feet. ഓക്കെ, സോ സീറ്റ് അറേഞ്ച്മെന്റ്സ്. മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ച് കുട്ടികൾക്ക് ഫ്ലോറിൽ ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റണം. ദേ ക്യാൻ മൂവ് ഈസിലി. ഭയങ്കര കൺവീനിയന്റ് പോസ്റ്റർ ഇരിക്കണം. ചിലർ ചിലപ്പോൾ ചാരി ഇരിക്കും, കിടക്കും, അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു
ഏരിയയിൽ കാർപ്പറ്റ്സ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാർപ്പറ്റ്സ് ഉണ്ടാവും. അത് ഫോൾഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്യാൻ കുട്ടികൾക്ക് തന്നെ പറ്റുന്ന രീതിയിലുള്ള കാർപ്പറ്റ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഊഹിക്കാൻ അത്രത്തോളം ലൈറ്റ് ആയിരിക്കും. ഹെവി ആണെങ്കിൽ അവർക്ക് തന്നെ എടുത്ത് പൊക്കി അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള കാർപ്പറ്റ്സും മാറ്റ്സും ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാകും. പിന്നെ ചെറിയ ബെഞ്ചസ് ഉണ്ടായിരിക്കും, പ്ലാറ്റ്ഫോം ബെഞ്ചസ്, അങ്ങനെ ചെറിയ ബെഞ്ചസ്, അത് ഇരിക്കാൻ ഉപയോഗിക്കും. അതിനേക്കാൾ കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയത് ക്വാർട്ടർ ബെഞ്ചസ്, അത് അവർക്ക് റൈറ്റിങ്ങിന്. അവർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഈ ക്വാർട്ടർ ബെഞ്ചസ് ആയിരിക്കും പിന്നെ ഇരിക്കുക. അങ്ങനെ അവർ കുറച്ചുകൂടെ വലുതല്ലേ. അപ്പൊ അവിടെ ഹാഫ് ബെഞ്ച് ആയിരിക്കും റൈറ്റിങ്ങിന് യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ലെവൽ വരുമ്പോൾ ഹാഫ് ബെഞ്ച് ആയിരിക്കും സിറ്റിങ്ങിന്, ഫുൾ ബെഞ്ച് ഫോർ റൈറ്റിംഗ്. ഹയർ ക്ലാസ് വരുമ്പോൾ ഫുൾ ബെഞ്ച് ഡെസ്കും അതുപോലെ ലോങ് ടേബിൾസും ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ ഇൻഡിവിജ്വൽ ചെയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇൻഡിവിജ്വൽ ചെയർ ആണെങ്കിലും 3 പേർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെസ്കോ ടേബിളോ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഓരോ ചെയർ അവരുടെ ഐഡന്റിറ്റിയും പ്രൊവൈഡ് ചെയ്തു. സെയിം ടൈം അവർ ആ ഒരു ഡെസ്ക് ഷെയർ ചെയ്തു. അവർക്ക് ഇരിക്കാൻ ഒരു ചെയർ വരുന്നു, സോ അവർക്കൊരു ഐഡന്റിറ്റി അവിടെ വരുന്നു. അതേസമയം അവർ 3-4 പേരാണെങ്കിൽ അവർ ആ ഒരു ഡെസ്ക് അവർ ഷെയർ ചെയ്യുക. സോ അവിടെ ഒരു കോപ്പറേഷൻ, അവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരിക. പിന്നെ നോർമൽ ടേബിൾ, സ്ക്വയറോ റൗണ്ടോ അങ്ങനത്തെ ഒക്കെ ടേബിൾ വരാം. അത് എൻറ്റയർ ക്ലാസ്സിന് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടീച്ചർക്ക് അവരെ യു ഷേപ്പിൽ ഇരുത്താം. അതുപോലെ തന്നെ ജി ഷേപ്പ് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല. പ്രഗ്നൻസി സമയത്ത് ലേഡീസിന് ചില സമയത്ത് കംഫർട്ടബിൾ ആയിട്ട് ചില സമയത്ത് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അവരെ ജി ഷേപ്പിൽ ഇരിക്കുമ്പം അവർക്ക് കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കും പ്രഗ്നന്റ് ലേഡീസ്. അത് ഒരു കാലിങ്ങനെ മടക്കിയിട്ട്, ജി അങ്ങനെയാണോ അങ്ങനെ അവരിങ്ങനെ ഇരുന്നിട്ട് ഒരു കാലിങ്ങനെ വച്ചിങ്ങനെ വയ്ക്കും. അതിന് പറ്റിയ ചില കുഷ്യൻ ഉണ്ട്. ഈ നമ്മളുടെ ബീൻ ബാഗ് പോലെ തന്നെ ഒരു ജി ഷേപ്പിലുള്ള ഒരു കുഷ്യൻ ഉണ്ട്. ഇവർക്ക് കാലങ്ങനെ ഇങ്ങനെ ജി ഷേപ്പിൽ തന്നെ ഫുൾ ബോഡി ആക്കി വെക്കാവുന്ന രീതിയിൽ. അതുപോലെ കുട്ടികളെയും ഇവിടെ ജി ഷേപ്പിൽ ഇരുത്താറുണ്ടെന്നാ പറയുന്നത്, യു ഷേപ്പ് അല്ലെങ്കിൽ ജി ഷേപ്പ്. പിന്നെ ഒരു കുട്ടിക്ക് എത്ര സ്പേസ്, 6 സ്ക്വയർ ഫീറ്റ്, അവരുടെ ലെങ്ത് ബ്രെഡ്ത്ത് വെച്ചിട്ട് 3x2 6 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് പറയുന്നത്. 100 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു റൂമിലെ, ഒരു ക്ലാസ് റൂമിന്റെ കോമൺ റിക്വയർമെന്റ് ഏരിയ എന്ന് പറയുന്നത്. ടീച്ചർ മൂവ് ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് സ്പേസ് ഈസ് 40 സ്ക്വയർ ഫീറ്റ്. സ്റ്റുഡൻസ് മൂവ്മെന്റ് സ്പേസ് 40 സ്ക്വയർ ഫീറ്റ് ആണ്. റാക്സ് അങ്ങനത്തെ ചെറിയ ഷെൽഫുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് 20 സ്ക്വയർ ഫീറ്റ്. അങ്ങനെയാണ് ഈ 100നെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ്. എങ്ങനെ ഇരുത്താം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു റൊട്ടേറ്റ് ചെയ്യിക്കാം, അത് ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ പറയുന്നുണ്ട്, അത് കാണാറുണ്ട്. നല്ല പഠിക്കുന്ന കുട്ടികൾ ഫ്രണ്ടിൽ ആ ഒരു രീതിയിൽ പോകുന്ന റാങ്കിങ് മെത്തേഡ്, അതൊന്നും അക്സെപ്റ്റബിൾ അല്ല. അല്ലാതെയുള്ള ഓർഡർ, ലൈക്ക് എല്ലാരെയും റൊട്ടേറ്റ് ചെയ്യിക്കുക, ഹൈറ്റ് ഓർഡർ, അത് ഡെഫിനറ്റ്ലി വേണ്ടതാണ്. കാരണം കാണാൻ പറ്റില്ല ചിലപ്പോൾ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ. അതിനനുസരിച്ച് ഓക്കെ, അതാരാ വായിക്കാൻ വായിച്ചോളൂ. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. Yes, please. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് രണ്ടുപേരുണ്ട്. കേൾക്കുന്നുണ്ടോ മാം? യെസ്, കേൾക്കുന്നുണ്ട്. Sitting arrangements. It is one of the dubious matters to the teachers since every parents wants their children to sit in the front. Some of the students are having a defect, hearing defects which are not easily identifiable. We can make a sitting arrangement by the following methods. Height order. Sitting arrangement should have to be changed once in every week. Starting from the 4 corners, it can be arranged in 2 ways, row or columns. So 4 into 2 equal to 8 ways. Alphabetical order. 2. Arranging the students in alphabetical order, we can make from to sit from the 4 corners in 2 ways, rows or columns. Third one, attendance order. If attendance is not in the alphabetical order, attendance order can also be used for sitting arrangements. Fourth one is
ranking methods. It is not successful. In some schools, grade giving methods are apt. That is another form of rank giving method. So that is also having no use. ഓക്കെ, സോ സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ് പറഞ്ഞത്. കാരണം ചില കുട്ടികൾക്ക് ഐ ഡിഫക്റ്റ് ഉണ്ടായിരിക്കാം, ഹിയറിംഗ് ഡിഫക്റ്റ് ഉണ്ടായിരിക്കാം. അത് ഇറ്റ്സ് നോട്ട് ഈസിലി ഐഡന്റിഫൈഡ്. മോള് LKG ചെല്ലുമ്പോൾ അവൾക്ക് ക്ലാസ്സിലെ കുട്ടികളെ ഈവൻ ബോയ്സിനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈറ്റ് കൂടുതലായിരുന്നു. സോ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ബാക്കിലായിരുന്നു ടീച്ചർ ഇരുത്തിയിരുന്നത്. ഈ LKG ആവുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടി ടിവിയുടെ മുമ്പിൽ പോയി ഇരിക്കുവായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും മുമ്പിൽ പോയിരിക്കും, നമ്മൾ കൊണ്ടുപോയി കുറച്ച് ബാക്കിൽ കൊണ്ടിരുത്തു, ഇത് വീണ്ടും മാഗ്നറ്റ് പോലെ ടിവിയുടെ മുമ്പിലേക്ക് പോകും. അങ്ങനെ വഴക്കും പറയും. അപ്പോഴും ഇവിടെ അങ്ങനെ പോകും, ഇങ്ങനെ വരും, ബൂമറാങ് പോലെ. അപ്പൊ കഴിഞ്ഞ് സ്കൂളില് ചേർത്തപ്പോഴാണ് മനസ്സിലായത് ബാക്കിലായിരുന്ന ടീച്ചർ. കാരണം വെച്ചാൽ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് മറ്റുള്ള കുട്ടികൾക്ക് മോള് ഫ്രണ്ടിൽ ഇരിക്കുമ്പോ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ബോഡിന്ന് എഴുതിക്കൊണ്ട് വരുന്നത് കംപ്ലീറ്റ് മിസ്റ്റേക്കാ. അപ്പൊ എനിക്ക് മനസ്സിലായി ആളുടെ വിഷൻ എന്തോ പ്രോബ്ലം ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ചെക്കപ്പ് ചെയ്തപ്പോ അസ്റ്റിഗ്മാറ്റിസം ആയിരുന്നു, ബൈ ബർത്ത് ഉള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് ഫോക്കസിങ് ഇല്ലാന്ന്. അങ്ങനെ അന്ന് ആ ചെറിയ ഏജ് തുടങ്ങി സ്പെക്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് മനസ്സിലായത് ക്ലാസ്സിൽ പോയി ബോഡിന്ന് ഇങ്ങനെ. അപ്പൊ സ്പെക്സ് വെച്ച് കഴിഞ്ഞപ്പോ അവള് ഹാപ്പി ആയി, TV ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം, സ്കൂളിൽ നിന്നും ബാക്കിലിരുന്നാലും പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ഐ ഡിഫക്റ്റും ഹിയറിംഗ് ഡിഫക്റ്റും ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ അതിനനുസരിച്ച് ഫ്രണ്ടിൽ തന്നെ ഇരുത്തേണ്ടതായിട്ട് വരും. ചിലപ്പോഴും പാരന്റ്സ് എന്ന് പറയും ഇങ്ങനെ പ്രശ്നമുണ്ട്, അപ്പൊ അതുകൊണ്ട് ഫ്രണ്ടിൽ ഇരുത്തണം എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് പല മെത്തേഡ്സ് ഉണ്ട്. ഹൈറ്റ് അനുസരിച്ച് പിന്നെ അതിനെ ചേഞ്ച് ചെയ്യാം, വൺസിനെ വീക്ക് ചേഞ്ച് ചെയ്യാം, റൊട്ടേഷൻ കൊടുക്കാം. സ്റ്റാർട്ടിങ് ഫ്രം ദ 4 കോർണേഴ്സ്, 4 കോർണർ ഉണ്ടല്ലോ. എന്തായാലും 2 സൈഡിലായിട്ട് ബെഞ്ചും ഡെസ്കും ആണെങ്കിൽ 2 സൈഡിൽ കുട്ടികൾ ഇരിക്കുന്നു, ലെഫ്റ്റും റൈറ്റും ആയിട്ട്. അതിന് 4 കോർണേഴ്സ് ഉണ്ട്, 4 കോർണേഴ്സ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. അവരെ മാറ്റി ഇരുത്താം. റോ വൈസും കോളം വൈസും അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ ഇപ്പൊ 4 റോ ഉണ്ടെങ്കിൽ ആ റോ അതിനെ റൊട്ടേറ്റ് ചെയ്യാം. കോളംസ് ആയിട്ടാണെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പൊ ഇതിനകത്ത് 4 നമ്മളിപ്പോ 2 സൈഡ് എന്ന് പറഞ്ഞില്ല, അങ്ങനെ 2 കോളംസ്, പിന്നെ 4 റോ ഉണ്ടാകും. ഇങ്ങനെ ആദ്യത്തെ കോളത്തിന് 4 ഡെസ്ക് ബെഞ്ചും, അടുത്ത കോളത്തിന് രണ്ടാമത്തെ കോളത്തിന് 4 ഡെസ്ക് ബെഞ്ചും. അങ്ങനെ 8 രീതിയിൽ നമുക്ക് അവരെ മാറ്റിയിരുത്താം അല്ലെ. ഈ ഇപ്പൊ ഫസ്റ്റ് ബെഞ്ചില് ആദ്യത്തെ കോളത്തിൽ ഇരിക്കുന്ന ആള് തന്നെ 8 പ്രാവശ്യം 8 പ്ലേസിലൂടെയും പോകും. ആ രീതിയിൽ മാറ്റാം. അങ്ങനെ മനസ്സിലായോ? ക്ലിയർ ആയോ? നമുക്ക് 2 കോളം, ഇങ്ങനെ 2 കോളംസ്. ഇങ്ങനെ റൊട്ടേറ്റ് ക്ലാസ് റൂമുകൾ റൊട്ടേഷൻ ഉണ്ടാവില്ല. അതെ ശരിയാ. ഇപ്പം എന്താ പറയാ, ABCD 4 കുട്ടികള് ഫസ്റ്റ് കോളത്തില് ഫ്രണ്ട് റോയിലായിരിക്കുന്നെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ അവർ തൊട്ട് ബാക്കിൽ വന്നു, 2ാമത്തെ റോയിലെത്തി, പിന്നെ 3ാമത്തെ റോയിലെത്തി, 1ാമത്തെ കോളത്തിലാട്ടോ. അതിനനുസരിച്ച് മറ്റവരൊക്കെ മാറുന്നുണ്ടെങ്കിൽ ഒരെണ്ണം പറയുമോ. 4ാമത്തെ വീക്കിൽ അവര് 4ാമത്തെ റോയിലെത്തി. നെക്സ്റ്റ് അവർ അടുത്ത 2ാമത്തെ കോളത്തിലേക്ക് അവർ പോകുന്നത്. ഫസ്റ്റ് കോളത്തിലെ 4 വേസും കഴിഞ്ഞു, പിന്നെ സെക്കൻഡ് കോളത്തിലെ 4 വേസും. അങ്ങനെ 8 പ്രാവശ്യം 8 ഡിഫറെന്റ് ലൊക്കേഷനിൽ അവർ ഇരിക്കുന്നുണ്ട്. പിന്നെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആക്കാം, ABCD ആ ഒരു ഓർഡറിലാക്കാം. അവിടെ എന്ന് പറഞ്ഞാൽ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടെ ഹൈറ്റ് നല്ല ഡിഫറൻസ് വരും. പിന്നെ അറ്റൻഡൻസ് ഓർഡർ ഉണ്ട്, അറ്റൻഡൻസ് ഇപ്പം അറ്റൻഡൻസ് രജിസ്റ്റർ അങ്ങനെ നോക്കാം. അതും സിറ്റിംഗ് അറേഞ്ച്മെന്റിന് വേണ്ടി വെക്കാം. റാങ്കിങ് മെത്തേഡ്സ് അത് വേണ്ടാത്ത ഒരു മെത്തേഡ് തന്നെയാണ്. ഗ്രേഡിംഗ് ആണെങ്കിൽ റാങ്കിങ് വെച്ചിട്ടും കുട്ടികളെ ഇരുത്തുന്നത് ശരിയല്ലാത്ത ഒരു മെത്തേഡ് എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് യൂണിഫോംസ്. കുഞ്ഞു ക്ലാസ്സിൽ ഇപ്പം KG സെഷനിലൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള യൂണിഫോംസ് ഒക്കെയാണ് അല്ലെ. പിന്നോഫോം ഉണ്ടാവും. ചില വലിയ ക്ലാസ്സുകളിൽ വരെ ചില സ്കൂളുകളിൽ പിന്നോഫോം തന്നെ കാണാറുണ്ട്. പിന്നെ അത് സ്കേർട്ടും ടോപ്പും ഷർട്ടുമായി കോട്ട് വന്നു അതിന്റെ മുകളിൽ. പിന്നെ അത് ചുരിദാർ പോലെ വന്നിട്ട് കോട്ട്, പിന്നെ ഷർട്ടും പാന്റും. പെൺകുട്ടികൾക്കാണെങ്കിലും ഷർട്ടും പാന്റും കോട്ട് ആ ഒരു രീതിയിലായിട്ട്. അത് മോള് പഠിച്ചിരുന്ന സ്കൂളിൽ ആദ്യം അവർക്ക് KG സെഷനിൽ ഒരു നല്ല ഭംഗിയുള്ള ഫ്രോക്കായിരുന്നു. പിന്നെ അത് KG കഴിഞ്ഞ് 1ാം ക്ലാസ് ആയപ്പോ ഷർട്ടും സ്കേർട്ടുമായി. അത് കഴിഞ്ഞപ്പോ അത് മാറ്റിയിട്ട് ഷർട്ടും സ്കേർട്ടും അതിന്റെ മുകളിലൊരു കോട്ടുമായി.
7th സ്റ്റാൻഡേർഡ് വരെ അങ്ങനെ. ഹൈസ്കൂൾ ആയപ്പോഴേക്കും അത് ഷർട്ടും പാന്റും കോട്ടും ആ ഒരു രീതിയിൽ. അങ്ങനെ അങ്ങനെ യൂണിഫോമിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ വരുന്നു. ഓക്കെ, ആ രീതിയിൽ പലയിടത്തും പലതായിരിക്കും. ചിലയിടത്ത് പിന്നഫോം ആയിരിക്കും. നല്ല രസം KG സെഷനിൽ കുട്ടികളുടെ ഡ്രസ്സ് കാണാനായിട്ട്. യൂണിഫോം ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ ഒന്ന് വായിച്ചു. ചാപ്റ്റർ ഓൾമോസ്റ്റ് തീരും. യൂണിഫോംസ്. മാം വായിക്കാം. To bring the uniforms are used. Pinafores and slacks are the uniforms for girls. Half pants and slacks are given for boys. Kerchiefs and ribbons are also given with the uniforms. Tie and shoes are not necessary in warm countries like India. Sometimes it is bad for the students. When we are helping on the uniforms, we should think about the health condition of the children. First point, the uniform of the children, the teacher should only liable to answer if any one of the children is not wearing the uniform in her class. Second, about contain kerchiefs and ribbons also in the uniform. Third, about taking care of the belongings of the children like a tiffin box, chappals bag, water can, pencil box, slate, etc. Fourth one, about the badge, tie, belt, and the new method of pinning the identity card. Fifth, about the drawback of shoes. Sixth, about the latecomers, there are two types of latecomers. A, regular latecomers, occasional latecomers. 7. About tearing up of books and notebooks. About mixing and losing paper pencils and slate pencils. Many of the parents are angry when the children often ask their parents to buy pencil. Sometimes they put the responsibility on the teachers and blame them. About getting the letter from the children. ഓക്കെ, കുറെ കാര്യങ്ങൾ കണ്ടോ. നമുക്കറിയാം എല്ലാത്തിനും ബ്ലെയിം ചെയ്യുന്നത് ടീച്ചേഴ്സായിരിക്കും. ഒരു ടീച്ചറുടെ ക്ലാസ്സിൽ യൂണിഫോം ഇല്ലാതെ കുട്ടി വന്നാൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ആസ്ക് ദ ടീച്ചർ വൈ യുവർ സ്റ്റുഡന്റ് ഇസ് നോട്ട് വിയറിംഗ് പ്രോപ്പർ യൂണിഫോം. ആ ടീച്ചറോട് അല്ലേ ചോദിക്കുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ചില സ്കൂളുകളിൽ ബാഡ്ജസ് ഉണ്ടാകും. അതുപോലെ കർച്ചീഫ് നിർബന്ധം പറയും. ബെൽറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്ത് പിൻ ചെയ്ത് തന്നെ വരണം. ഐഡന്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ അത് പിൻ ചെയ്തപ്പോൾ കുട്ടികൾക്കെല്ലാം ഐഡന്റിറ്റി കാർഡ് ഒരു ടാഗ് പോലെ അത് അവര് വെയർ ചെയ്താണ് പോകുന്നത്. പിന്നെ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് ഈ ടൈയും അതൊന്നും ശരിക്കും ഷൂസ് ആർ നോട്ട് നെസസറി ഇൻ വാം കൺട്രീസ് ലൈക്ക് ഇന്ത്യ. റെയിനി സീസണിൽ ഷൂ യൂസ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ സ്കൂളിന്റെ ഇൻസ്ട്രക്ഷൻസ് വരും. പക്ഷെ അതിന് പകരം റെയിൻ വെയർ ആയിട്ടുള്ള ബ്ലാക്ക് തന്നെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുട്ടികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ്. യൂണിഫോംസും കുട്ടികളുടെ ഹെൽത്ത് എല്ലാം നോക്കി. ഇപ്പൊ കോട്ടൺ ആണ് നമ്മുടെ ക്ലൈമറ്റിന് പറ്റുന്നത്. അതിനനുസരിച്ച് തന്നെ കാണാനും ഒരു ബ്രൈറ്റ് ആയിരിക്കണം. അതുപോലുള്ള കളറൊക്കെ സെലക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ. എന്നിട്ട് അവർ എലഗന്റ് ലുക്ക് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, നമ്മുടെ ക്ലൈമറ്റുമായിട്ട് ഫ്രണ്ട്ലി ആയിരിക്കണം ആ ഒരു രീതിയിൽ. പിന്നെ കുട്ടികളുടെ ബിലോങ്ങിങ്സ്, അത് എല്ലാ റെസ്പോൺസിബിലിറ്റിയും ശരിക്കും ക്ലാസ് ടീച്ചർക്ക് തന്നെ വരുന്നുണ്ട്. പിന്നെ ഷൂവിന് എന്തെങ്കിലും പ്രോബ്ലം, കറക്റ്റ് ആയിട്ട് ഷൂ അവർ വെയർ ചെയ്തിട്ടില്ല, അതും ക്ലാസ് ടീച്ചർക്കായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ലേറ്റ് കമേഴ്സ്, സ്ഥിരമായിട്ട് ലേറ്റ് ആയിട്ട് വരുന്നവരുണ്ടായിരിക്കാം. പിന്നെ അല്ലെങ്കിൽ ഒക്കേഷണലി എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഇൻസിഡന്റ് വന്ന് അങ്ങനെ ഒക്കേഷണലി ലേറ്റ് ആവുന്നവരുണ്ടായിരിക്കാം. അപ്പൊ സ്ഥിരമായിട്ട് വരുന്നവരെ അതിന്റെ പ്രോബ്ലം കണ്ടുപിടിച്ച് അത് അഡ്രസ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്യണം. ഒക്കേഷണലി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഊഹിക്കാം. ജസ്റ്റ് അതാണ് ഇപ്പൊ ഡോക്ടറെ കാണാനായിട്ട് പോയി. സോ അതൊരു ഒക്കേഷണൽ ലേറ്റ് കമറാണ്. പിന്നെ ബുക്സ്, നോട്ട്ബുക്ക് ഒന്നും കുട്ടികൾ നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കണം. അത് കീറിക്കളയരുത്. അതെല്ലാം ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റി വരും. പിന്നെ പലപ്പോഴും കുട്ടികളുടെ
പെന്നും അങ്ങനെ റബ്ബർ, ഇറേസർ അതെല്ലാം മിസ്സാകാനുള്ള ടെൻഡൻസി ഉണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ അങ്ങനെ കാണാം. കുട്ടികൾ ചിലപ്പോ ക്ലാസ്സിൽ തന്നെ ഇട്ടിട്ട് പോരും. അപ്പൊ ദിവസം എന്താ പാരന്റ്സിന്റെ അടുത്ത് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പാരന്റ്സ് യൂഷ്വലി ബ്ലെയിം ചെയ്യുന്നത് ടീച്ചറാണ്. വൈ ഷീ ഈസ് നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് ഓൾ ദ തിങ്സ് എന്ന് പറഞ്ഞിട്ട് പാരന്റ്സ് എപ്പോഴും ബ്ലെയിം ചെയ്യുന്നത് ടീച്ചേഴ്സിനെ ആയിരിക്കാം. പിന്നെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ലീവ് ലെറ്റർ കിട്ടാൻ ബുദ്ധിമുട്ടുക. ഒരു ദിവസം ലീവ് ആയാൽ ചില സ്കൂളുകൾക്ക് ഫോമാറ്റ് ഉണ്ടായിരിക്കും, അവരുടെ ഡയറിയിൽ ചിലപ്പോൾ കാണുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകും. അപ്പൊ അതൊന്നും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കിട്ടാതിരിക്കുക, ഇതെല്ലാം ഒരു ടീച്ചർക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരും. പിന്നെ പല രീതിയിൽ അപ്പൊ ഈ മോണ്ടിസോറി മെത്തേഡിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കാണുന്നത് ജാപ്പനീസ് ടൈപ്പ് പല മെത്തേഡ്സുമാണ്. ഞാൻ ടോട്ടോചാന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ടോട്ടോചാൻ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ ആ ഒരു മെത്തേഡ്. അതിൽ ഒരു മെത്തേഡാണ് ഈ പറഞ്ഞത്. അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹീറോ ഓർ ഹീറോയിൻ മേക്കിംഗ് ക്ലാസ് ടു ബ്രിങ് ഔട്ട് ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വൽ ആയിട്ട് ടാലന്റ് പുറത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു പീരീഡ് ഉണ്ടായിരിക്കണം ഒരു ഡേയില്. അത് കുട്ടികളുമായിട്ട് ഇപ്പം ഡാൻസ് ചെയ്യാമെന്ന് അത് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റി പാടുന്നത് അങ്ങനെ ഷെയർ ചെയ്യാം ആ ഒരു സ്റ്റുഡന്റിന്റെ ഹോൾ ക്ലാസ്സിൽ. ഒരാൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇപ്പൊ നെക്സ്റ്റ് വീക്ക് കുട്ടികളെല്ലാവരും പറയും ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് അവര് അന്നത്തെ ദിവസം ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ആ കുട്ടിയാന്നുള്ള രീതിയിൽ ഒരു ഡിക്ലറേഷൻ പോലെ അവർക്കൊരു അപ്രൈസൽ പോലെ ആവും. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ആ ഒരു സ്ട്രക്ചർ ഓഫ് ദ സ്കൂൾ ക്ലാസ് റൂം. അതിനകത്ത് പല കാര്യങ്ങളും ഫ്ലോറിംഗ് എല്ലാം നമ്മൾ പറഞ്ഞ പോലെ സീലിംഗ്, ബ്ലാക്ക് ബോർഡ്, യൂണിഫോംസ്, ടീച്ചർക്ക് വരേണ്ട റെസ്പോൺസിബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ജനറൽ കാര്യങ്ങൾ തന്നെയാണ്. ഇനി നെക്സ്റ്റ് 2 ചാപ്റ്റർ ഏതാണ്ട് കണക്റ്റഡ് ആണ്. അപ്പോ യൂണിറ്റ് 8 വരുന്നത് ഗുഡ് മാനേഴ്സ് ആണ്. ഒരു പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ്. 6th ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനി എക്സ്പീരിയൻസസ് ഓർ എനി അഡീഷണൽ തിങ്സ് ദാറ്റ് യു വിഷ് ടു ഷെയർ? നമ്മളിപ്പോ പറഞ്ഞ സ്കൂൾ സ്ട്രക്ചർ, ക്ലാസ് റൂം സ്ട്രക്ചർ, ഈസ് ദർ എനിത്തിങ് ടു ഷെയർ വിത്ത് യു? യു ക്യാൻ ഷെയർ ഇൻ ദ ക്ലാസ്. ഉണ്ടോ? പറയട്ടെ, സൗണ്ട് നമ്മുടെ മാം പറഞ്ഞല്ലോ കുട്ടിക്ക് എന്തോ സുഖമില്ലാണ്ട് കാഴ്ചയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ അതേപോലെ എന്റെ മോനിക്ക് ഒരു വിക്കിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ സംസാരിക്കുമ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ചെറുത്. അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അതെ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? പറയൂ, എല്ലാരും ചിലപ്പോ കേട്ടാണ്. അതെ. അപ്പൊ എങ്ങനെ ടീച്ചേഴ്സ്, അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് കുട്ടിയൊന്നും മിണ്ടില്ല. അപ്പൊ ടീച്ചർ ഇങ്ങനെ വഴക്ക് പറ. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് കരയും. എനിക്ക് അറിയായിരുന്നു, പക്ഷെ പറയുമ്പോ എനിക്ക് കാരണം കുട്ടിക്ക് പേടിയായിട്ട് പറയില്ല. അപ്പം ഞാൻ പിന്നീടാണ് അതറിയുന്നത്, അവൻ വന്ന് പറയുമ്പോഴാണ് അറിയുന്നത്. പിന്നെ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി സംസാരിച്ചപ്പോ പിന്നെ അവനോട് പറയാൻ വേണ്ടി എഴുതി തരാൻ വേണ്ടി പറയും ആൻസറൊക്കെ. അങ്ങനെ എഴുതി കൊടുക്കും. പിന്നെ സംസാരിച്ച് ഇപ്പൊ ക്ലിയറായി. ചെറുപ്പത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മനസ്സിലായി. അപ്പൊ കുഴപ്പമില്ല. നെക്സ്റ്റ് ചാപ്റ്റർ അടുത്തത് നമ്മള് വാല്യൂസ്, ഗുഡ് വാല്യൂസ്. കുട്ടികളുടെ എനിക്ക് തോന്നുന്നു അവരുടെ കരിക്കുലത്തിൽ തന്നെ ഗുഡ് വാല്യൂസ്, മോറൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് CBSE സ്കൂളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ബുക്ക് ഉണ്ട് അവർക്ക്. 7 കഴിഞ്ഞ 8 മാനേഴ്സോ അങ്ങനെ എന്തോ ആണ് വരുന്നത്. പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ്. ആ മാനേഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തീർക്കാൻ പറ്റുന്നതാണ് വിശ്വാസം. കാരണം ഓണത്തിന് മുമ്പ് നിങ്ങളുടെ ഈ ഒരു മോഡ്യൂൾ 1 തീർത്തിട്ട് നമുക്കൊരു എക്സാം പ്ലാൻ ചെയ്യുന്നുണ്ട്. എക്സാമിനെ പറ്റി ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്കൊക്കെ വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. MCQ ആണ്. ഓക്കെ മാം, അപ്പൊ ഈ മൊഡ്യൂൾ 1 ആണോ മൊത്തത്തിൽ ഇപ്പൊ എടുത്ത ക്ലാസ്സുകൾ മൊത്തം? അതെ. പിന്നെ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ടല്ലോ, അത് അടുത്തതാണ്. മോഡ്യൂൾ 2 അല്ലേ? അത് മൊഡ്യൂൾ 2 ആണ് അല്ലെ? ഇംഗ്ലീഷ് മോഡ്യൂൾ 2 ആണ്. മോഡ്യൂൾ 3 നമ്മുടെ പ്രാക്ടിക്കൽ ഏരിയ വരും. അത് ഞാൻ ജസ്റ്റ് ജനറലി നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് പ്രാക്ടിക്കൽ ഏരിയ. അതിന് എടുക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ. എന്നാലും എക്സാമിന്റെ ഇങ്ങനെ വരുന്നതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും മാം തയ്യാറാക്കിയിട്ട് ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. സാധാരണ മോക്ക് ടെസ്റ്റ് തന്നിട്ടില്ലേ MCQ?
മോക്ക് ടെസ്റ്റ് തന്നതുപോലെ തന്നെയായിരിക്കും. ചാപ്റ്ററിന്റെ കണ്ടന്റ് ഒക്കെ തന്നെയായിരിക്കും കൂടുതലും. 90% അതായിരിക്കും. പിന്നെ ചില ഒരു എക്സ്പീരിയൻസ് നമ്മൾ ക്ലാസ്സിൽ ഷെയർ ചെയ്തത് വെച്ചിട്ട് മേ ബി ക്വസ്റ്റ്യൻസ് അത് ഡിപ്പെൻസ് ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ കൂടെ ഒന്ന് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ഈ മെത്തേഡ് ഒന്ന് മനസ്സിലാവാനേ. നമ്മൾ ഓൾറെഡി അസൈൻമെന്റ് അല്ലാത്ത മോണ്ടിസോറി മെത്തേഡ്സിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അസൈൻമെന്റ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്നാലും MCQ ചെയ്യുമ്പോഴും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് എനിക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ഇടണം എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. കാരണം 4 പേരും 4 ആൻസർ ആയിരിക്കും അവരുടെ വ്യൂസ് അനുസരിച്ച് പറയുന്നത്. അപ്പൊ അത് 4ഉം കറക്റ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷെ MCQയിൽ നമുക്കത് പറ്റണില്ലല്ലോ. അതാണ് ഒരു പ്രശ്നം. അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ബോയ് ബെഗ് ചെയ്ത് വരുന്നു. വാട്ട് യു വിൽ ഡു? ഓപ്ഷൻസ് കാണാം. നിങ്ങൾ ചിലപ്പോ ക്യാഷ് എന്തെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ യു വിൽ ആസ്ക് ദ ബോയ് വൈ ഹി ഈസ് ബെക്കിംഗ്, അത് ചോദിക്കാം. അതൊരു ഓപ്ഷൻ ആകാം. പിന്നെ അതാണ് ഒരു പ്രശ്നം. അതാണ് എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ 1 or 2 എങ്കിലും ഒരു 10 ക്വസ്റ്റ്യനിൽ 1 or 2 എങ്കിലും അങ്ങനെ തരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടിക്കാനല്ല, നമുക്കതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ആൻസർ കീ എങ്ങനെ ആക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലായതാണ് ഞാൻ അത് മിക്കവാറും ബാക്ക് ഔട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ. അല്ലാതെ നിങ്ങളുടെ കണ്ടന്റ് മോക്ക് ടെസ്റ്റ് തന്നത്, മോക്ക് ടെസ്റ്റ് എല്ലാവരുടെയും ഉണ്ടാവുമല്ലോ, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെയായിരിക്കും. മാം അതിങ്ങനെ ലൈവായിട്ടാണ് എക്സാം? ലൈവ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു വീഡിയോ ഓൺ ചെയ്യണം തോന്നുന്നു. ഒരു ടൈം പറയും, ആ ടൈമിൽ തന്നെ എക്സാം എഴുതണം. അങ്ങനെയാണ് നമ്മളുടെ ബാക്കിയുള്ള കോഴ്സിനൊക്കെ ചെയ്യുന്നത്. അപ്പം വീഡിയോ ഓൺ ചെയ്ത് വെക്കും. ഇൻവിജിലേറ്റേഴ്സും ഇതുപോലെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വീഡിയോ നമ്മൾ ആരും ഓൺ ചെയ്യുന്നില്ലെങ്കിലും എക്സാം ടൈമിൽ വീഡിയോ ഓൺ ചെയ്യണം എന്നാണ് പറയാറ്. ആ ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ടൈം കിട്ടും. ഇൻഡിവിജ്വൽ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക അതോ ഷീറ്റ് തരുമല്ലേ, ഗൂഗിൾ ഫോം മോക്ക് ടെസ്റ്റ് തരില്ലേ, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് 5 ക്വസ്റ്റ്യൻ തരാറില്ലോ ഗൂഗിൾ ലിങ്ക് വഴി. മാം അത് പരീക്ഷയുടെ ടൈം നമ്മളെ അറിയിക്കോ അപ്പൊ നേരത്തെ? തീർച്ചയായിട്ടും. പകലായിരിക്കോ? പകലായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്നായിരിക്കും. പകലായിരിക്കണം. കാരണം എനിക്ക് അറിയില്ല, മോണ്ടിസോറി നൈറ്റ് ക്ലാസ് ആയതുകൊണ്ട് എങ്ങനെയാന്ന്. ബാക്കി കോഴ്സ് ഒക്കെ പകലായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് പകൽ ടൈം ആണ്. അത് നിങ്ങളോട് കൂടെ ചോദിച്ചിട്ടായിരിക്കും ടൈം വെക്കുക കേട്ടോ. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ കൺഫർമേഷൻ പറയാൻ പറ്റില്ല. മാം ഞങ്ങൾക്കൊക്കെ സ്കൂളിലും പരീക്ഷ അടക്കാണ്. മിസ് എല്ലാം കൂടെ ഒരുമിച്ചാണോ? പാർട്ട് 1 to 4 വരെ ഒരുമിച്ചാണോ എക്സാം, അതോ പാർട്ട് തിരിച്ചാണോ? 100 ക്വസ്റ്റ്യൻസ് ആണോ? എങ്ങനെയാ? 100 ആണ് വിചാരിക്കുന്നത്. 100 അല്ലെങ്കിൽ 60. ഓക്കെ. സംശയമൊന്നുമില്ലല്ലോ. ജ്യോതി പോയോ? ജ്യോതിയാണ് നമുക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞത്, സൈൻ ഔട്ട്. മാം ഇതിന്റെ മാർക്ക് എങ്ങനെ? 1 മാർക്ക് ഈച്ച്. 100 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 100 ഔട്ട് ഓഫ് 100. നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് പോലെ തന്നെ. അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റ് തരുന്നത്. ആ ഒരു ഫോമാറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് നമ്മളൊരു മോഡൽ എക്സാം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടേം എക്സാം ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് 2 ചാപ്റ്ററിന്റെ ഞാൻ തരാം. അതെ. മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ലേ? അത് തന്നെ. അതുപോലെ തന്നെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ. സൈൻ ഔട്ടിന് റെഡി ആയിട്ടുള്ളത് ജ്യോതി മാത്രമേ ഉള്ളൂ. ഓക്കെ മാം, ഗുഡ് നൈറ്റ്. ഓക്കെ. ഒരാൾ സൈൻ ഔട്ടിന് റെഡി ആയിട്ടുണ്ട്. നസീമ പോലെ. ഓക്കെ ജ്യോതി പ്ലീസ്. നിങ്ങൾ എല്ലാരും ജ്യോതി ഒന്ന് പിൻ ചെയ്ത് വെക്കുക. എല്ലാരും ജ്യോതി ഒന്ന് പിൻ ചെയ്ത് വെക്കുക. സൈൻ ഔട്ട് ചെയ്യാൻ മൂത്ത മകള്, ഇത് ഇളയ കുട്ടി. അപ്പൊ രണ്ടുപേരും ഭയങ്കര ഷൈ ആയിട്ട് ഇരിക്കുകയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ്. അപ്പൊ മാം ഇതായിരിക്കും ഞാൻ ക്ലാസ് റൂമിൽ പോയി ഇങ്ങനെ ഒപ്പിച്ചാല്
ഡെയിലി ഗ്രീറ്റിംഗ്സ്, ഹഗ്, ഹൈ ഫൈവ്, വേവ്, Okay. ഹാൻഡ് ഷേക്ക്, ഫസ്റ്റ് ബംപ്. സോ ഇത് നമുക്ക് ക്ലാസ്സിൽ എൻ്റർ ആവുമ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് സൈൻ ഔട്ട് ആവുമ്പോഴും ഓരോ കുട്ടിയെ വിളിച്ചിട്ട് ഇങ്ങനെ അവർ പോകുമ്പോൾ ക്ലാസ്സിൽ നിന്ന് പോകുമ്പോൾ ചെയ്യണതാണ്. അപ്പോ ഞാൻ ആദ്യം ജിയെ വിളിക്കാണ്. ജിയ ഇസ് കമ്മിങ് ഔട്ട് ഫ്രം ദ ക്ലാസ് റൂം ആൻഡ് ഷീ ക്യാൻ സെലക്ട് വിച്ച് എവർ ഷീ വാണ്ട്സ്. ഹഗ്. അപ്പോ ഞാൻ ഹഗ് ചെയ്യുന്നു. ഓക്കെ ബൈ. അടുത്ത ആള് വന്നു. വിഷ്ണു വേവ്. ഓക്കെ, അപ്പൊ അവള് വേവ് ചെയ്യാണ്. പിന്നെ അടുത്ത ആള് പിന്നെയും വന്നു. ഹൈ ഫൈ. ഹൈ ഫൈ തരുന്നു. അടുത്ത ആള് വരുന്നു. ഫസ്റ്റ് ബംപ്. എങ്ങനെ ബംപ് കൊടുത്തിട്ട് ഇങ്ങനെ കാണുന്നുണ്ടോന്ന് അറിയുന്നില്ല എനിക്ക്. ഞാനിങ്ങനെ വീഡിയോ പിടിച്ചിരിക്കുകയാണ്. പിന്നെ അടുത്ത ആള് വരുന്നു. ഹാൻഡ് ഷേക്ക്. ഹാൻഡ് ഷേക്ക് കൊടുത്തു. എല്ലാം കഴിഞ്ഞു തോന്നുന്നു ഇപ്പൊ ഇതില് പറഞ്ഞതൊക്കെ. അപ്പൊ അതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോ ഞാൻ എന്താണ് ജെനിയെ കൊണ്ട് ഇങ്ങനെ ഡാബ് ചെയ്യിക്കും ഹാൻഡ്സ് വെച്ചിട്ട്. അതിപ്പോ ഞാൻ ഇങ്ങനെ ചെയ്യിപ്പിച്ച് എങ്ങനെയാ കളിക്കും നിങ്ങള്? ഡബിൾ 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 ഡാൻസ്. അങ്ങനെ കളിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലോസ് ഡാൻസോ അല്ലെങ്കിൽ ഡാബ് ഡാൻസോ. ഡാബ് ഡാൻസ് എങ്ങനെ ഇപ്പൊ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല ഇപ്പൊ. ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജ്യോതിക്ക് ഇപ്പൊ ഓരോ ദിവസം ഓരോന്ന് കാണിക്കാം. അതെ, ചിലപ്പോ ഫ്ലോസ് ഡാൻസ് അല്ലെങ്കിൽ ഡാബ് ഡാൻസ് അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ട് ഞാൻ സൈൻ ഔട്ട് ആവും. അതാണ് സൈൻ ഔട്ട് ആവും. യു ക്യാൻ സേ ലൈക്ക് ഐ എം ജ്യോതി സൈനിങ് ഔട്ട് ഫ്രം ദ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് മാറാം. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണോ അത്? നമ്മളുടെ പ്രയർ കഴിഞ്ഞിട്ട് സൈനിങ് ഇന്നും ചെയ്യും. യെസ് ജ്യോതി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. മക്കൾക്കും ജ്യോതി വെരി ഗുഡ്, സൂപ്പർ ആയിട്ട്. താങ്ക് യു താങ്ക് യു. Okay then, bye. Thank you. Thank you, ma'am. 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 Thank you, ma'am.